അപകടം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാതെ ഭീതിയിലാണ് ഇടുക്കി കട്ടപ്പന സ്വദേശി മാവുങ്കൽ തങ്കച്ചനും കുടുംബവും. ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ നിന്ന് 300 അടിയോളം താഴ്ചയിൽ തങ്കച്ചന്റെ വീടിന് മുകളിലേക്കാണ് നിയന്ത്രണം വിട്ട് പതിക്കുന്നത്. ചെറുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കട്ടപ്പന ഹിൽ ടോപ്പിലാണ് മാവുങ്കൽ തങ്കച്ചന്റെ വീട്. വീടിന് 300 മീറ്ററോളം ഉയരത്തിൽ കൊടും വളവിൽ നിന്ന് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നത് പതിവാണ്. കഴിഞ്ഞ ജനുവരി 10-ന് ടോറസ് ലോറി ക്രാഷ് ബാരിയർ തകർത്ത് തങ്കച്ചന്റെ പുരയിടത്തിലേക്ക് മറിഞ്ഞു. കഴിഞ്ഞ ദിവസം അവിടുന്ന് നാമക്കല്ലിൽ നിന്ന് ലോഡുമായിട്ട് വന്ന വണ്ടിക്കാരന് വഴി അറിയത്തില്ലായിരുന്നു. അവൻ ആ വളവുണ്ടെന്ന് അറിയാമല്ലാതെ അവിടെ ചെറുകേറി വന്നേച്ച് നേരെ താഴോട്ടിങ്ങ് പോകുന്നു. അങ്ങനെ ഈ പറമ്പ് മുഴുവൻ നശിപ്പിച്ചിങ്ങ് താഴെ വന്നു. വർഷത്തിൽ 2 അപകടമെങ്കിലും ഇവിടെ ഉണ്ടാകാറുണ്ട്. അപകട ഭീതിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് കഴിയുകയാണിവർ. ഞാനിവിടെ പാത്രം കഴുകിക്കൊണ്ട് വീടിന് മണ്ടയിൽ നിൽക്കുമായിരുന്നു. അന്നേരം ഈ മരമെല്ലാം അവിടെ പടത്തിക്കൊണ്ട് ഈ സാധനം കൊണ്ട് വരുന്നത്. ഞാനതിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടി. അല്ലാതെ തന്നെ ഓടി മാറാൻ വേറെ മാർഗ്ഗമില്ല. കാരണം അതിനു മുമ്പ് സാധനം താഴെ വന്നു കഴിഞ്ഞു. അപകടങ്ങൾ തുടർക്കഥയായതോടെ കൃഷി ചെയ്യാൻ പോലും കഴിയുന്നില്ല. ജനുവരിയിൽ മറിഞ്ഞ ലോറി 4 മാസത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് മാറ്റിയത്. എങ്ങനെയെങ്കിലും ചെടിയിട്ട് 3-ാം വർഷത്തേലാകുമ്പോഴത്തേനും എവിടെന്നെങ്കിലും വലിയ വണ്ടി വരും. അതുവരെ ചെറുവണ്ടി വരുള്ളൂ. അധികം പോവുകയല്ല, ചെടി പോവുകയല്ല, ഉള്ള മരമേ പോവുള്ളൂ. ഇതിപ്പോൾ ഉള്ള ചെടിയും കംപ്ലീറ്റ് പോവുക. കൃഷി ചെയ്ത് രക്ഷപ്പെടുകയല്ല. പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ പലതവണ പരാതി നൽകി. എന്നാൽ റോഡ് സുരക്ഷ മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിഞ്ഞു. സ്വസ്ഥമായൊന്ന് ഉറങ്ങാൻ പോലുമാകാതെ ഭീതിയിലാണ് തങ്കച്ചനും കുടുംബവും. അമൃത ന്യൂസ്, ഇടുക്കി.